എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യയുടെ രണ്ടാം ടെസ്റ്റ് മത്സരത്തിലെ രണ്ടാം ദിനവും ഇന്ത്യക്ക് നിരാശ തന്നെയാണ്. രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 128-5 എന്ന നിലയിലാണ്. ഇപ്പോൾ ഓസീസിനേക്കാൾ 29 റൺസിന് പിറകിൽ ആണ് ഇന്ത്യ. ഇന്നത്തെ മത്സരശേഷം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയാണ്: അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. എന്നിരുന്നാലും മാറ്റങ്ങളും മെച്ചപ്പെടുത്തലുകളും വേണ്ടിവരും ടീമിൽ ഇനിയും. ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ആകെ ജയ്സ്വാളും ഗില്ലും മാത്രമാണ്. ബൗളിംഗിൽ ആണെങ്കിൽ അനാവശ്യമായ ഒരുപാട് ഡെലിവറികൾ സിരാജിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നിരുന്നാലും സിരാജും ബുംറയും ചേർന്ന് തന്നെയാണ് ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരെ ആക്കിയത്. ഇന്ത്യയുടെ ഇന്നത്തെ ബാറ്റിംഗും അത്ര മികച്ചത് അല്ലായിരുന്നു. KL രാഹുൽ ഈ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തും എന്ന് പ്രതീക്ഷിച്ച ഒരാളാണ്. എന്നാൽ രാഹുലിന് അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ മാറ്റി ആ സ്ഥാനത്തേക്ക് സഞ്ജുവിനെ കൊണ്ടുവരാനാണ് ഞാൻ ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഒരുപക്ഷെ സഞ്ജുവിന് കുറച്ചുകൂടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോൾ ഇന്ത്യ കുറച്ചു പുറകിലാണ് എന്നതുകൊണ്ട് ഈ മത്സരം ഇന്ത്യ തോൽക്കണം എന്നില്ല. കാരണം ഇത് ഒരു ടെസ്റ്റ് മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന്റെ അവസാനം ആകുമ്പോൾ മാത്രമേ ആര് വിജയിക്കും അല്ലെങ്കിൽ ആര് പരാജയപ്പെടും എന്ന് അറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഈ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ത്യ വിചാരിച്ചാൽ സുഖമായി തന്നെ ഈ മത്സരം തിരിച്ചുപിടിച്ച് വിജയിക്കാൻ സാധിക്കും. വരും മത്സരങ്ങളിൽ ഞങ്ങൾ വളരെ ശക്തമായി തന്നെ തിരിച്ചുവരും എന്നും ഗംഭീർ വ്യക്തമാക്കി. രണ്ടാം ദിവസം ഇന്ത്യക്ക് ഈ മത്സരത്തിൽ തിളങ്ങാൻ സാധിച്ചില്ല. ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർ ഇന്ത്യൻ ബൗളർമാരെ പഞ്ഞിക്കിട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കുന്ന സ്ഥിതിക്ക് ഇപ്പോൾ നമുക്ക് ഈ മത്സരത്തിൽ ഒന്നും പ്രവചിക്കാൻ സാധിക്കില്ല. ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചുവന്ന് ഈ മത്സരം തിരിച്ചു പിടിക്കും എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.